എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫ് വർക്കിൻ്റെ വെൽഡിങ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വീഡിയോസ് അല്ല. നമ്മൾ എന്താ പറയുക, ആകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ടെലിസ്കോപ്പാണ്. അപ്പോൾ അത്തരത്തിലൊരു ടെലിസ്കോപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പ്. ഇത് ന്യൂട്ടോണിയൻ ടെലിസ്കോപ്പാണ്, റിഫ്ലാക്റ്റർ ടെലിസ്കോപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലും ഇതൊക്കെ മേടിക്കാൻ കിട്ടും. അതിനേക്കാൾ കോസ്റ്റ് കുറവിൽ നമുക്കിത് കോട്ടയം ആസ്ട്രോ കേരള കോട്ടയം ചാപ്റ്ററിൻ്റെ കോർഡിനേറ്ററായ ബിനോയ് സാറാണ് നിർമ്മിച്ച് നൽകിയത്. വളരെ കുറഞ്ഞ ചിലവിലാണ് നമുക്കിത് നിർമ്മിച്ച് നൽകിയത്. അതേ ക്വാളിറ്റിയിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ലെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്കിത് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും ടെലിസ്കോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രം എന്താ പറയുക ആസ്ട്രോണമിയെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹം എല്ലാ മാക്സിമം സപ്പോർട്ട് നമുക്ക് നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാൻ ആഗ്രഹം ഉള്ള ആളുകൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം അറേഞ്ച് ചെയ്ത് നൽകുന്നുണ്ട്. സ്കൂളുകളിലും മറ്റേ ക്ലബ്ബുകളിലൊക്കെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ അദ്ദേഹം ടെലിസ്കോപ്പുമായി പോയിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് വനനിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത്തരത്തിൽ ആഗ്രഹമുള്ളവർക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ടെലിസ്കോപ്പ് കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം, മഴയും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് രാത്രി നക്ഷത്രങ്ങളെ വീക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് ടെലിസ്കോപ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് നക്ഷത്രങ്ങളൊന്നും വീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. രാത്രി ക്ലൈമറ്റ് മോശമാണ്, മഴക്കാരും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി സൂര്യനെ നോക്കാൻ തരുകയാണ്. സൂര്യനെ ഒരിക്കലും നമുക്ക് ഈ ടെലിസ്കോപ്പ് വെച്ച് നേരിട്ട് നോക്കാൻ പറ്റില്ല. നേരിട്ട് നോക്കിയാൽ അറിയാലോ, നോർമലി തന്നെ നോക്കിയാൽ നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ കണ്ണിലടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലെൻസ് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ സൂര്യനെ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പ്. അതിൻ്റെ ആദ്യം പരിചയപ്പെടുത്താം. ഇതിനുള്ളിൽ ഈ മൂടി മാറ്റി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പിൻ്റെ ഉൾവശം. ആ ബാക്കിൽ കാണുന്ന സെക്കൻഡറി മിററിൽ, ആ മിററിൽ ടച്ച് ചെയ്തിട്ട് റിട്ടേൺ വന്ന് ഇവിടെ ഒരു ചെറിയ മിറർ കാണുന്നുണ്ട് ചെരിഞ്ഞ് നിൽക്കുന്ന ആ മിററിലേക്കാണ് പ്രതിഫലനം വരിക. അതുകൊണ്ട് അത് ഈ വശത്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ IPS വെച്ചിട്ടാണ് നമ്മൾ ഇതിലെയാണ് നമ്മൾ കാണുന്നത്. IPS ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പഴയൊരു IPS ആണ്. നമ്മൾ തൽക്കാലമായിട്ട് ഇത് മൂടി വെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് നമ്മൾ. പിന്നെ അതേപോലെ തന്നെ ഇതിലാണ് നമ്മൾ ശരിക്കും നക്ഷത്രങ്ങളെ ആണെങ്കിലും ഗ്രഹങ്ങളെ ആണെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് കൃത്യമായിട്ട് കാണുന്നത്. ആദ്യം നമ്മൾ അതിനെ കണ്ടെത്താനായിട്ട് ഈ വ്യൂ ഫൈൻഡർ എന്ന് പറയും. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിലേ നോക്കിയിട്ടാണ് നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ ഗ്രഹങ്ങളെയൊക്കെ ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിലൂടെ കറക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ കൃത്യം ഇതിൻ്റെ ഉള്ള മിററിലേക്ക് തട്ടി ഇതിൽ കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യാം. പിന്നെ സൂര്യനെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നേരിട്ട് നോക്കാൻ പാടില്ല, കണ്ണ് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഇതിന് സോളാർ ഫിൽറ്ററാണ് വെക്കേണ്ടത്. സോളാർ ഫിൽറ്റർ കാണിച്ചു തരാം. ഇതാണ് സോളാർ ഫിൽറ്റർ. ഈ കാണുന്നതാണ് സോളാർ ഫിൽറ്റർ. അപ്പോൾ ഇത് ആദ്യം ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ വെച്ച് നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം സൂര്യനെ നേരിട്ട് വെച്ച് നോക്കണം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ ചന്ദ്രനെയൊക്കെ കാണുന്ന രീതിയിൽ സൂര്യനെ നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റുമോ എന്നെ അറിയില്ല. ലെൻസിൽ ഒന്ന് നോക്കിയാൽ ഇതിലത്ര വ്യക്തമല്ല, ഒരു പോയിന്റ് പോലെ കാണാൻ പറ്റുമല്ലേ. അപ്പോൾ അന്നേരം നോക്കാം. അപ്പോൾ നമുക്ക് സോളാർ ഫിൽറ്റർ വെക്കാം. പോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ സോളാർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച്
നക്ഷത്രങ്ങൾ ഭൂമി കറങ്ങുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വ്യൂ ഫൈൻഡർ വെച്ചിട്ട് സൂര്യനെ കണ്ടെത്തണം. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ വെളിച്ചം കാണുന്നുണ്ട്, സൂര്യൻ്റെ പ്രകാശമാണത്. അപ്പോൾ ഏകദേശം ഇത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ലെൻസൊക്കെ ഉപയോഗിച്ചിട്ട് പേപ്പറൊക്കെ എത്തിക്കുന്ന പോലെ അത്രയും പവറിൽ ഇപ്പോൾ എൻ്റെ കൈ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ആ ലെൻസും കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ക്യാപ്പ് വെച്ചാണ് അടക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് വെച്ച് അടക്കാം. അതിന് ശേഷം നമുക്കിവിടെ നമുക്ക് IPS വെക്കണം. IPS നമ്മുടെ ഉള്ളത് 25 mm-ൻ്റെയും 10 mm-ൻ്റെയും ഉണ്ട്. 10 mm എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അത് ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോയിൻ്റിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അത് കുറേ ട്രൈ ചെയ്ത് കറക്റ്റായിട്ട് മാത്രമേ വീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ 25 mm-ൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി വ്യാപ്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നാലും 25-ൻ്റെ വെച്ചിട്ട് നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് IPS. അപ്പോൾ നമുക്ക് ഇതിലേക്ക് IPS വെച്ചതിന് ശേഷം ഒരു സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളാർ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് നമുക്കിതിൽ നേരിട്ട് നോക്കാം. ഇതിൽ കറക്റ്റായിട്ട് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്. സൂര്യൻ്റെ കളങ്കം, അതായത് സൂര്യകളങ്കം എന്ന് പറയും. സൂര്യനിൽ ഡോട്ട് ഡോട്ടായിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് ക്യാമറയിൽ കാണണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതിന് പ്രത്യേക സ്റ്റാൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ അടുത്തത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നക്ഷത്രങ്ങളെ കാണാനും അതിനെക്കുറിച്ച് അറിയാനും താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് കാലാവസ്ഥ അനുവദിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാന നിരീക്ഷണം സാധ്യമാക്കാവുന്നതാണ്. ഇതിൽ കാണാൻ ക്യാമറ വെച്ചിട്ട് അത്ര ഇതായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അതിന് പ്രത്യേക സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വേണം, എന്നാലും മാത്രം അത് കിട്ടുള്ളൂ. നമുക്കതിൽ അല്പം മാറിയിട്ടുണ്ട് തന്നെ. അതായത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ അത് നിസ്സാര സെക്കൻഡുകൾ കഴിയുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോക്കസ് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് നക്ഷത്രങ്ങളെ സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ലെൻസിലൂടെ അത്രയും ക്ലിയറായിട്ട് കാണാൻ സാധ്യത കുറവാണ്. കാരണം ഇത് ജസ്റ്റ് ഒരു വൈറ്റ് കാണുന്ന പോർഷൻ, അത് ക്യാമറ സ്റ്റാൻഡ് ശരിക്കും നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നാൽ മാത്രം കാണുന്നുണ്ട്. ടച്ച് ചെയ്യണ്ടേ? കാണുന്നുണ്ട് വൈറ്റ് കാണുന്നുണ്ടോ? ഒരു വൈറ്റ് ചന്ദ്രനെ പോലെ. അപ്പോൾ എന്നാലും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും സ്വാഗതം. നമ്മളെ കാലാവസ്ഥ ക്ലിയറായി കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന മാസത്തോടുകൂടിയൊക്കെ കാലാവസ്ഥ ക്ലിയറാവും. അത് കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ എന്താ പറയുക, നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരും കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ബിനോയ് സാറുണ്ട്. അദ്ദേഹമാണ് ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എന്താ പറയുക മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അത് ആസ്ട്രോണമിയെ ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ. നമ്മൾ കോട്ടയം ചാപ്റ്ററിൻ്റെ അംഗം കൂടി ആണ് നമ്മൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.